ലക്ഷങ്ങൾ മുതൽ മുടക്കി പണിയുന്ന നിരവധി പദ്ധതികളുണ്ട് നാട്ടിൽ. അതിൽ ചിലതൊക്കെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ പ്രവർത്തനം ആരംഭിക്കും. ചിലത് ഒരു ഉപകാരവുമില്ലാതെ നിന്നുപോകുന്ന അവസ്ഥയുമുണ്ട്. പറഞ്ഞു വരുന്നത് ഇടപ്പള്ളി ശാന്തി സദനം ഗ്യാസ് ശ്മശാനത്തെക്കുറിച്ചാണ്. ഉദ്ഘാടനം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. ബെന്നി ബെഹനാൻ MLA ആയിരുന്ന സമയത്ത് 2012-2013 ആസ്തി വികസന ഫണ്ടിൽ നിന്നും 60 ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് ഇടപ്പള്ളി ശാന്തി സദനം ശ്മശാനത്തിലെ ഗ്യാസ് ക്രിമറ്റോറിയം. ആദ്യം പല കാരണങ്ങളാൽ പദ്ധതി നിന്നുപോയി. പിന്നീട് PT തോമസ് 2016 പദ്ധതി പുനരാരംഭിച്ചു. പണി പൂർത്തിയായി 2023 ഉമാ തോമസ് MLA ക്രിമറ്റോറിയം ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ ഇടപ്പള്ളി ശാന്തി സദനത്തിൽ ആധുനിക സംവിധാനങ്ങളോടെ ക്രിമറ്റോറിയം വന്നു. പക്ഷേ ഉദ്ഘാടനം കഴിഞ്ഞ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. എടപ്പള്ളി പോലുള്ള ഒരു പ്രദേശത്ത് ഈ ക്രിമറ്റോറിയത്തിൻ്റെ ആവശ്യകത വളരെ അത്യാവശ്യമാണ്. ഗ്യാസ് സബ്സിഡിക്ക് വേണ്ടി കൊച്ചിൻ കോർപ്പറേഷൻ കേരള ഗവൺമെൻറ്റിന് അപേക്ഷ കൊടുത്താൽ മാത്രമേ കേരള ഗവൺമെൻറ് അതിന് സെൻട്രൽ ഗവൺമെൻറ്റിന് കൊടുക്കണം. ആ സെൻട്രൽ ഗവൺമെൻറ് അത് അനുവദിച്ചാൽ മാത്രമേ നമുക്ക് ഗ്യാസ് സബ്സിഡി കൊടുക്കുവാൻ പറ്റുകയുള്ളൂ. പ്രവർത്തനം ആരംഭിക്കാത്തതിന് കാരണങ്ങൾ പലതാണ് പറയുന്നത്. മൃതശരീരങ്ങൾ ദഹിപ്പിക്കുമ്പോൾ ഹിന്ദു ആചാരപ്രകാരമുള്ള അസ്ഥികൾ എടുക്കുക എന്നുള്ള കാര്യത്തിന് തടസ്സങ്ങളുണ്ടാകുമെന്നാണ് ഒരു വിഭാഗം ആൾക്കാരുടെ ആക്ഷേപം ഉണ്ടായിരുന്നത്. മറ്റൊന്നുണ്ടായത് അന്ന് പറഞ്ഞത് ഇവിടെ 6000 രൂപയോളം ചിലവ് വരും ഈ ക്രിമറ്റോറിയം ഉപയോഗിക്കുന്നതെന്ന്. ഇതൊന്നും ഔദ്യോഗികമായിട്ടുള്ള നിർദ്ദേശങ്ങളല്ലായിരുന്നു. പക്ഷേ അത് വെച്ചുകൊണ്ടാണ് ഇതിന് ചെയ്യാനായിട്ട് തടസ്സങ്ങളുണ്ടായത്. അന്ന് ക്രിമറ്റോറിയത്തിൻ്റെ സൂക്ഷിപ്പുകാരനും ഇതൊക്കെ തന്നെ നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. ചിലവ് കൂടുതലാണെന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഉയർത്തിക്കാട്ടുന്ന കാരണം. അതിൽ കൃത്യമായ ഇടപെടൽ നടത്തി എത്രയും പെട്ടെന്ന് പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് കോർപ്പറേഷൻ പറയുന്നത്. പുതിയതായിട്ട് ഒരാൾ ചാർജ് എടുത്ത് വന്നപ്പോൾ അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നപ്പോഴേക്കും പറഞ്ഞു 4500 രൂപ കൊണ്ട് ഇവിടെ ഇത് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ അടുത്ത ദിവസം മേയറിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താമെന്ന് പറഞ്ഞപ്പോഴാണ് ഇവിടെ വേറെ പുതിയ മരണാവശ്യങ്ങളും മറ്റുമൊക്കെ വന്ന് ഇത്തിരി തിരക്കുകളിൽ എല്ലാവരും ആയിപ്പോഴും ഇപ്പോൾ തിങ്കളാഴ്ചയോട് മേയറായിട്ട് കണ്ട് സംസാരിക്കാമെന്ന് ഉദ്ദേശിച്ച് വെച്ചേക്കുന്നു. ഒന്നും രണ്ടുമല്ല, ലക്ഷങ്ങൾ മുതൽ മുടക്കി പണി കഴിപ്പിക്കുന്നു, ഉദ്ഘാടനം ചെയ്യുന്നു, പിന്നെ അത് ആർക്കും ഉപകാരമില്ലാതെ ദാ ഇങ്ങനെ ഇട്ടിരിക്കുന്നു. ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ, പിന്നെ എന്തിനായിരുന്നു ഇത്? ആൻമരിയ സനി, 24 കൊച്ചി.